വില്വാതിരിയിൽ പുനർജനി നൂണ് വിശ്വാസികൾക്ക് ജന്മസുകൃതം. ഗുരുവായൂർ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള മലയിലെ ഗുഹയിലൂടെ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. വിശ്വാസ തീവ്രതയോടെയാണ് ഭക്തർ തിരുവില്ലാമലയിലെ പുനർജനി ഗുഹ നൂഴുന്നത്. ക്ലേശകരമായ ഗുഹ താണ്ടുന്നതോടെ ജന്മപാപങ്ങളിൽ നിന്ന് മോചിതമായി പുനർജന്മത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവസ്വത്തിന്റെ ടോക്കൺ പ്രകാരം പുലർച്ചെ ചടങ്ങുകൾ തുടങ്ങി. പോലീസിന്റെ സേവനമുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ സേവനമുണ്ട്. പഞ്ചായത്ത് വളരെ ജാഗ്രതാപൂർണമായ നിലയിൽ അവിടെ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിലുണ്ട്. പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതൊരു ക്രൗഡിന്റെയും ഉപോൽപ്പന്നം എന്ന് പറയുന്നത് മാലിന്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നിഷ്കർഷിച്ചതിന്റെ ഭാഗമായി ഹരിതകർമ്മ സേന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ പുനർജനി നൂഴൽ ചടങ്ങിന് എത്തിയിരുന്നു. തല നോക്കണേ, സാറൊന്ന് തല നോക്കണേ. ഈസി അവിടെ ഇരുന്നിട്ട് മെല്ലെ കയറിയാൽ മതിയായിരുന്നു. അതന്നെ അതന്നെ ചവിട്ട് കിട്ടാല്ലേ മുതു മുതു നോക്കണം. പക്ഷെ നടന്നു വരിക സുഖം. തുറന്നു നോക്കണം. പിന്നെ ഞാൻ എന്താ ചെയ്യ, നിങ്ങളവിടെ കഥയും പറഞ്ഞു. പഞ്ചായത്തും ദേവസ്വം ബോർഡും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നിർമ്മാല്യ ദർശനം, വിശേഷ പൂജ, തുടർന്ന് പുനർജനി ഗുഹാമുഖത്തേക്ക് നാമജപ ഘോഷയാത്ര എന്നിവ നടന്നു. രാവിലെ 8-ന് കാഴ്ചശീവേലി ആരംഭിച്ചു. മേളം, പഞ്ചവാദ്യം, തുടർന്ന് സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണം എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, സമ്പൂർണ്ണ വിളക്കുവെപ്പ്, തായമ്പക എന്നിവയും നടന്നു. ഏകാദശി നോറ്റ ഭക്തർക്ക് ഗോതമ്പുപ്പുമാവും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം 1000-നടുത്ത് ഭക്തജനങ്ങൾക്കാണ് പുനർജനി നൂഴാനുള്ള ടോക്കൺ വിതരണം ചെയ്തത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പുനർജനി ഗുഹ നൂഴാൻ തിരുവില്ലാമലയിൽ എത്തുക പതിവാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.